1950 ചൈന ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് ടിബറ്റ് എന്ന കുഞ്ഞു രാജ്യത്തോട് തോന്നിയ പ്രണയം കാരണം ജനിച്ച നാടും വീടും എല്ലാം വിട്ട് മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് ടിബറ്റിലെ ബുദ്ധമതസ്ഥർ. ഇവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ മേളിലുള്ള ചൈനീസ് കടന്നുകയറ്റം സഹിക്കാൻ മേലാതെ 1959 ടിബറ്റിൽ നിന്നും കാൽനടയായിട്ടും കുതിരപ്പുറത്തും ഒക്കെ കയറി ഹിമാലയൻ വഴി ദലൈലാമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്ത്യയിലെത്തുകയുണ്ടായി. കുറെ പേരൊക്കെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അഭയം തേടി. പിന്നീട് കുറച്ചുപേര് കർണാടക സ്റ്റേറ്റിലെ ബൈലക്കുപ്പെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടും സെറ്റിൽഡായി. പിന്നീട് 1963 അവരിലെ പ്രമുഖൻ പിന്നർ റിംപോച്ചെ ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥാപിക്കുകയുണ്ടായി. നംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നും അറിയപ്പെടുന്നു. ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്നതിലെ ഏറ്റവും പഴയ രീതിയായ നിഗ്മ രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇതുകൂടാതെ കാഗ്യു, സഖ്യ, ഗെലുഗ് എന്നീ 3 പാഠ്യരീതികൾ കൂടെ ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കാണിച്ച നിസർഗധാമയിൽ നിന്ന് 14 കിലോമീറ്ററാണ് ബൈലക്കുപ്പയിലെ ഈ ഗോൾഡൻ ടെമ്പിൾ വരെ. മടിക്കേരിയിൽ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ചില ദിവസങ്ങളിലൊക്കെ പ്രത്യേകതരം പ്രാർത്ഥനകളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാകും. ആ ദിവസങ്ങളിലൊക്കെ വിസിറ്റിംഗ് ടൈം ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് രാത്രി വരെയൊക്കെ ഉണ്ടാകും. മെയിൻ എൻട്രൻസ് ഒക്കെ കയറി അകത്തോട്ട് കയറുമ്പോൾ ആദ്യമേ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ലാമകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രെയർ വീൽസും പ്രെയർ ഫ്ലാഗ്സും ഒക്കെ കാണാൻ പറ്റും. വളരെ ചിട്ടയായ പ്രാർത്ഥനാ രീതികളും പ്രാക്ടീസസുകളും ഒക്കെയാണ് ഇവർക്കുള്ളത്. നമ്മളവിടെ ചെന്ന സമയത്ത് കുറേ സ്ത്രീ സന്യാസിമാർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ലാമ എന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്വാസപ്രകാരം ഇവർക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി ബുദ്ധമത സന്യാസത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിനും വേറൊരു ഗേറ്റ് ഉണ്ടാകും. അവിടുന്ന് ഉള്ളിൽ കയറുമ്പോഴാണ് ഗോൾഡൻ ടെമ്പിളിന്റെ ആദ്യത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ 3-4 ടെമ്പിളുകളുണ്ട്. നമ്മളിപ്പോൾ കണ്ട ടെമ്പിൾ അത് എപ്പോഴും തുറക്കുന്നതല്ല. ഏതെങ്കിലും വിശിഷ്ട ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആക്കാറുള്ളൂ. ലാലേട്ടൻ്റെ യോദ്ധ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു അക്വസേട്ടന്മാരെ നമ്മൾ കാണുന്നത്. കുറച്ചുപേരെ കണ്ടുമുട്ടിയപ്പോൾ ഏതായാലും അവരുടെ കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ. ഏറ്റവും വലുതും ഈ ഒരു ടെമ്പിൾ തന്നെയാണ്. പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നതും ഈ ഒരു കെട്ടിടത്തെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയപ്പോൾ കാണാൻ പറ്റിയത് 3 വലിയ ബുദ്ധ വിഗ്രഹങ്ങളാണ്. ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചതാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ മറ്റു ചിലർ ഗോൾഡ് പൂശിയതാണ് എന്നും പറയുന്നുണ്ട്. ഇതിൽ നടുക്കിരിക്കുന്നത് ശ്രീബുദ്ധനും 2 സൈഡിലായിട്ടുള്ളത് പത്മസാംഭവയും അമത്തേസുമാണ്. പിന്നെ തറയിലായിട്ട് ഇവർക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും ഇവരുടെ പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ വെക്കുവാനായിട്ടുള്ള ചെറിയ ടേബിൾസ് കാണാൻ പറ്റും. അതിൻ്റെ പുറത്തായിട്ട് നല്ല വൃത്തിയിൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു ഗാർഡൻ ഉണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാൻ പറ്റും. അധികം ചൂടോ അധികം തണുപ്പോ ഒന്നും ഇല്ലാത്ത വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഈ ബൈലക്കുപ്പയിലേത്. പിന്നെ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയത്തില്ല, കുറേയൊക്കെ ഇവരുമായിട്ട് സംസാരിക്കണമെന്നൊക്കെ തോന്നി. പക്ഷേ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലായില്ല. ഇവിടെയുള്ള ഓരോ ടെമ്പിളിൻ്റെ ഉള്ളിലെയും കാഴ്ചകൾ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആദ്യമേ പോയ ടെമ്പിളിൽ 3 വലിയ വിഗ്രഹങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിൽ വലിയൊരു ബുദ്ധൻ്റെ വിഗ്രഹവും പിന്നെ ചെറിയ കുറേ അധികം വിഗ്രഹങ്ങളുമാണുള്ളത്. പിന്നെ ഭിത്തിയിലൊക്കെ പലതരം പെയിൻറ്റിങ്ങുകളും കുറേ അലങ്കാര വർക്കുകളും എല്ലാം കാണാം. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ സൺസെറ്റിൻ്റെ സമയമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ആ സമയത്ത് സൂര്യൻ്റെ ഗോൾഡൻ ലൈറ്റൊക്കെ അടിച്ചിട്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഭംഗി ഒരു ഡബിൾ മടങ്ങാവും. കർണാടക ബൈലക്കുപ്പ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാവുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ വന്ന് സെറ്റിലായെന്ന്? അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. 1959 ടിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഇവർക്ക് തണുപ്പുള്ളൊരു സ്ഥലം വേണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് ഇവർ ആവശ്യപ്പെട്ടു. അദ്ദേഹമാണ് കർണാടകയിലെ ഈ ബൈലക്കുപ്പ ഇവർക്ക് നൽകിയത്. ഇപ്പോൾ ഈ ടെമ്പിളിന് 15 കിലോമീറ്ററോളം ചുറ്റളവിൽ ഫുള്ള് ഇവരുടെ സെറ്റിൽമെൻറ്റും ഇവരുടെ കാര്യങ്ങളും മാത്രമാണ്. ആ ഒരു സ്ഥലങ്ങൾ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് ഈ ഗോൾഡൻ ടെമ്പിളാണ്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ലാസ്റ്റ് ടെമ്പിൾ. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത് ഒരു വലിയ സ്തൂപമാണ്. ഭിത്തികളിലൊക്കെ കുറേ പെയിൻറ്റിങ്സും പിന്നെ ആ സ്തൂപത്തിൻ്റെ പുറകിൽ ബുദ്ധൻ്റെ കുറേ പ്രതിമകളും എല്ലാം ഉണ്ട്. ബൈലക്കുപ്പയിലെ കാഴ്ചകൾ ഈ ഗോൾഡൻ ടെമ്പിൾ കൊണ്ട് മാത്രം ഒതുങ്ങിത്തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തം ഇവർ മാത്രമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു മിനി ടിബറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇവരുടെ ആചാരങ്ങളും ജീവിത രീതികളും ഒക്കെ ഒന്ന് അടുത്തറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി കാരണം അവിടെ നമുക്ക് പോകേണ്ടി വന്നു.
മനസ്സ് നിറച്ച സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആയിട്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ചരിത്രമുറങ്ങുന്ന ഹംപിയാണ്. ഹംപിയിലേക്ക് പോകുന്ന വഴിക്കാണ് അപ്രതീക്ഷിതമായിട്ട് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് മൂവിയായ മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കാണാനിടയായത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് മിന്നൽ മുരളി ഷൂട്ടിംഗ് ലൊക്കേഷനായ ശെത്തിഹള്ളി ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ആരും മിസ്സാക്കല്ല്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.